ഹലോ, ഞാനാണെങ്കിൽ എനിക്ക് ചെരുപ്പും ഡ്രസ്സൊക്കെ വാങ്ങിക്കണം എന്ന് തോന്നുമ്പോൾ ആദ്യം ഒന്ന് സ്റ്റുഡിയോയിൽ പോയി നോക്കും. സ്റ്റുഡിയോയിൽ നല്ല വിലക്കുറവിൽ നല്ല അടിപൊളി ചെരുപ്പും ഡ്രസ്സൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇന്നും ഞാൻ എനിക്ക് ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലാട്ടോ വന്നിട്ടുള്ളത്. നല്ല ഒരുപാട് അടിപൊളി ചെരുപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് ചെരുപ്പുകളൊക്കെ ഇട്ട് നോക്കി. നല്ല അടിപൊളി ഷൂ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അവസാനം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഗോൾഡൻ കളർ ചെരുപ്പാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതെടുക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ചെരുപ്പൊക്കെ എടുത്ത് അവിടുന്ന് ഒരു കണ്ണാടി നോക്കി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ മേളിലേക്ക് പോവുകയാണ്. മേളിലാണ് കെവിൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷൻ. കെവിൻ ഒന്ന് ഡ്രസ്സൊക്കെ നോക്കണം കേട്ടോ. നല്ല അടിപൊളി ബാഗുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത് ഞാനൊരു ബാഗ് മേടിച്ചുകൊണ്ട് ഇപ്പം ഞാൻ തൽക്കാലം എനിക്ക് ബാഗ് വേണ്ടെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ മേളിലേക്ക് പോവുകയാണ്, ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക്. കെവിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മേളിൽ ചെന്ന് നോക്കിയപ്പം കെവിൻ്റെ ഡ്രസ്സിനേക്കാൾ കൂടുതൽ എനിക്കുള്ള ഡ്രസ്സുകളായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനുള്ള ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പിങ്ക് കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാധാ ഒരു കുർത്ത ടൈപ്പ് ടോപ്പായിരുന്നു. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് പിന്നെ കെവിനുള്ള ഡ്രസ്സൊക്കെ നോക്കി പിന്നെ നേരെ താഴേക്ക് പോകുന്നു കേട്ടോ. താഴെയാണെങ്കിൽ ലിപ്സ്റ്റിക്കിന്റെ സെക്ഷനിലേക്കാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. 99 രൂപയ്ക്കും 149 രൂപയ്ക്കും 199 രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. ഡ്രസ്സ് എടുക്കുന്നില്ലെന്ന് തീരുമാനിച്ച് എൻ്റെ മനസ്സ് മാറി ഞാനൊരു ജീൻസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ജീൻസും ടോപ്പും എടുക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അങ്ങനെ ജീൻസും ടോപ്പൊക്കെ ഇട്ട് നോക്കി. അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ടീഷർട്ടൊക്കെ ഇട്ട് നോക്കി. എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ജീൻസ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. ടീഷർട്ടും ആ ഇട്ട ടോപ്പൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു ജീൻസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയറിങ്സിൻ്റെയും ആംഗ്ലറ്റിൻ്റെയൊക്കെ സെക്ഷനിലേക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നല്ല കമ്മലും മാലയും വളയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, വാച്ച് ഉണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല വിലക്കുറവാട്ടോ. മാക്സിമം ഒരു 299 റുപ്പീസൊക്കെ ഉണ്ടാവുള്ളൂ ഈ ഒരു സാധനങ്ങൾക്കൊക്കെ. വാച്ചിനൊക്കെ 299 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്ര വലിയ കമ്മൽ ഞാൻ ഇടാത്തതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവസാനം ഈ ഒരു മാല ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലാക്കി ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുവാണേ. സ്റ്റുഡിയോന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ നേരെ പോയത് സ്റ്റാറിലേക്കാട്ടോ. സ്റ്റാർ സ്റ്റുഡിയോയുടെ തൊട്ട് താഴെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിട്ട് പ്രോൺസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വൈകുന്നേരത്തേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് പ്രോൺസ് ഒക്കെ മേടിച്ച് കെവിനാണെങ്കിൽ അവനൊരു കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. അവസാനം ഇതെടുത്തു. പിന്നെ അവൻ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു വെച്ചു കേട്ടോ. തിരിച്ച് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം പോകാൻ പറ്റാതെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കെവിനാണെങ്കിൽ ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ സ്റ്റെപ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു മഴ കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ചധികം നേരം ഇരുന്നിട്ടാട്ടോ അവിടുന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ നല്ല മഴയാണ്. ഇനിയിപ്പോൾ എന്താ, അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കിപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.